ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള ഉസ്താദുമാരെ, നമ്മുടെ മദ്രസ ടൈം എന്ന് പറയപ്പെടുന്ന ആപ്പിൽ പുതിയ അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട്. ഉസ്താദുമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മദ്രസ ടൈം ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് മദ്രസ ടൈം ഒന്ന് അടിച്ചു കൊടുത്തിട്ട് പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറുക. ജസ്റ്റ് അവിടെ മദ്രസ ടൈം എന്നൊന്ന് അടിച്ചു കൊടുക്കുക. മദ്രസ ടൈം മദ്രാസ ടൈം എന്ന് അടിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അപ്ഡേഷൻ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേഷൻ എന്ന് കാണിക്കും, ഇല്ലെങ്കിൽ ഇതുപോലെ ഓപ്പൺ എന്ന് കാണിക്കും. നേരെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇതിൽ മദ്രസ ഗൈഡ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പൊക്കെ ഉണ്ടായിരുന്ന അതേ സിസ്റ്റം തന്നെയാണ്. അതിൽ ചെറിയ ചെറിയ മാറ്റം വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓരോ ക്ലാസ്സിന്റെയും പദാനുപദം അർത്ഥങ്ങളും മറ്റും ഉള്ള ഒന്നാണ്. അത് മുമ്പ് നമ്മളുണ്ടാകുന്ന അതേ സിസ്റ്റം തന്നെയാണ് നിലവിലുള്ളത്. മദ്രസ ടൈം പിന്നെ മദ്രസ ഗൈഡ് എന്നുള്ളടത്ത് ഓരോ പാഠങ്ങളുടെയും വിഷയ വിവരങ്ങളും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിന്റെ ഒക്കെ പദാനുപദം അർത്ഥങ്ങളൊക്കെ ഉണ്ട്. 1 മുതൽ 12 വരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. അത് മുമ്പുണ്ടാകുന്ന അതേ സിസ്റ്റം തന്നെയാണ് മദ്രസ ഗൈഡ് എന്നുള്ളത്. ഇവിടെ നമുക്ക് അതിന്റെ തൊട്ടുപുറത്ത് ഖുർആൻ കിസ് എന്ന് പറഞ്ഞിട്ടൊരു ഖുർആന് ആൻഡ് ഹിഫ്ള് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഖുർആൻ ഹിഫ്സ്. ഇവിടെ ഖുർആന് ഹിഫ്ള് എന്നുള്ളതാണ്. ഇതാണ് ഖുർആന് ഫുള്ളായിട്ട് സൂറത്തുൽ ഫാത്തിഹ. ഇത് നമുക്കിവിടെ ഓതി കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ അടിഭാഗത്ത് കാണുന്ന പ്ലേ ബട്ടൺ നെക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി. ഇതേപോലെ ഓരോ ആയത്തുകളും നമുക്ക് പിന്നെ അതിൽ കാണിക്കും. അതിനനുസരിച്ച് ഓതിയിട്ട് എന്ത് ചെയ്യും, കേൾപ്പിച്ചും ഉപയോഗപ്പെടുത്താൻ പറ്റും. നമുക്ക് മദ്രസയിലൊക്കെ അതിലെല്ലാ പിന്നെ മുസാഫിലുള്ള എല്ലാ സൂറത്തുകളും ഇതിലിപ്പോ ആൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് അതിലുള്ള ഹിഫ്ളാണ്. ഹിഫ്ളും ഈ പറയപ്പെട്ടതുപോലെ ഏത് ക്ലാസ്സിക്ക് ഏതൊക്കെ ഹിഫ്ള് എന്നുള്ളതും ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫജ്ർ, ബലദ്, സൂറത്തുൽ മുൽക്ക്, ഇതാണ് 6ാം ക്ലാസ്സിക്ക് വരുന്നത്. അങ്ങനെ ഓരോ ക്ലാസ്സിക്കും ആവശ്യമായിട്ടുള്ള ഹിഫ്ള് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ തജ്വീദ് റൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇതിൽ നമുക്ക് മഖാരിജുൽ ഹുറൂഫ്, സിഫാത്തുൽ ഹുറൂഫ്, ഇങ്ങനെ ആക്കാമ്പോ സാക്കിന, നൂനിന്റെയും തൻവീനിന്റെയും വിധികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ പുതുതായിട്ട് വന്നതാണ്. ഇനി അതിന്റെ നേരെ താഴെ ഓഡിയോ ബുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. 2ാം ക്ലാസ് എടുത്ത് നോക്കുക. 2ാം ക്ലാസ് എടുത്ത് ലിസാൻ ഖുർആന്. ഇതിങ്ങനെ നമുക്ക് അസ്സലാമലൈക്കും കൊച്ചു കൂട്ടുകാരെ, പാഠം നമുക്ക് ഇങ്ങനെ എടുത്തു തരികയാണ്. ഇതൊന്നും നിങ്ങള് പിന്നെ വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യാതിരിക്കട്ടെ. വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്താൽ നമ്മൾ ചിലപ്പോൾ കുടി കുത്തിരിക്കേണ്ടി വരും. ഓല് ഇതൊക്കെ മതി എന്നുള്ള ആൾക്ക് പിന്നെ അവിടെ കുത്തിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചാപ്റ്റർ ക്വിസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓരോന്നും പരിചയപ്പെടുത്തി തരികയാണ്. ചാപ്റ്റർ ക്വിസ് അതൊന്നും നോക്കിക്കോളിട്ടോ. ഇതില് ദുറൂസ് ബാക്കിയുള്ളതൊന്നും വന്നിട്ടില്ല, വരും എന്നുള്ളതാണ്. കമ്മിങ് സൂൺ എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ ജസ്റ്റ് പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, വാടക കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ ആസ് ഗസ്റ്റ് എന്നുള്ളതൊന്ന് ഓപ്പൺ ചെയ്താല് ഒരു ചോദ്യം കാണാം, അതിന്റെ ആൻസർ ഇവിടെ കാണാം. അത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. കുട്ടികൾക്ക് ഇത് നമ്മളെ ടിവിയുമായിട്ട് കണക്ട് ചെയ്താൽ മതി. ടിവിയുമായിട്ട് കാസ്റ്റ് ചെയ്യണത് എങ്ങനെയെന്നുള്ളതിന്റെ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് തെരഞ്ഞാൽ കാണാൻ കഴിയും. വളരെ സിമ്പിൾ ആയിട്ട് മൊബൈല് ടിവിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ കണക്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മദ്രസ ടൈമിലുള്ളത്, പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഓരോന്നും ഞാനിങ്ങനെ പറഞ്ഞു തരാണ്. അപ്പോൾ പിന്നെ ഇത് മന്ത്ലി ടെസ്റ്റ് ഓരോ മാസം നടത്തേണ്ട പിന്നെ ടെസ്റ്റ് പേപ്പർ, പരീക്ഷാ പേപ്പർ ഓരോ മാസവും നടത്തണ്ടേ. അതുപോലെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മന്ത്ലി ടെസ്റ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ മോഡൽ പേപ്പർ. നിങ്ങൾക്ക് മോഡൽ പേപ്പർ ഏതിന്റെ വേണ്ടിച്ചെങ്കിൽ പാദവാർഷിക പരീക്ഷന്റെയാണ് വേണ്ടിച്ചെങ്കിൽ പാദവാർഷിക പരീക്ഷ മോഡൽ പേപ്പർ എന്നുള്ളടത്തുനിന്ന് കൊടുത്തു ഓപ്പൺ എന്നൊന്ന് അടിച്ചാൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഷെയർ എന്നുള്ളടത്ത് കൊടുത്താൽ ആർക്കാ ഷെയർ ചെയ്യേണ്ടിട്ട് ഓൽക്ക് ചെയ്യുക. ഓപ്പൺ എന്നൊന്ന് അടിച്ചാൽ ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അത് കാണാനുള്ള മോഡൽ പേപ്പർ ഇതാ. പിന്നെ അതിങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നുള്ളത് പിന്നെ അവിടെ അപ്പൊ മോഡൽ പേപ്പർ കഴിഞ്ഞ് ടൈം ടേബിൾ. അത് പിന്നെ ഇപ്പൊ നമുക്ക് അറിയാലോ, ടൈം ടേബിൾ ഓരോ ക്ലാസ്സിന്റെയും ടൈം ടേബിൾ ഇതിലുണ്ടാവും. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിന് വേറൊന്നും അവിടെ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതുപോലെ സിലബസ്, ഇനി ബസ് എവിടെയെന്ന് വെച്ചുകൊണ്ട് തിരഞ്ഞെടുക്കണ്ട, എല്ലാ ബസ്സും ഇതിലുണ്ട്. ജനറൽ ഉണ്ട്, സ്കൂൾ ഉണ്ട്,
എല്ലാത്തിന്റെയും സിലബസ് ആൾറെഡി ഇതിലുണ്ട്. പിന്നെ ഇവിടെ ചാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ചാർട്ട്, ഇത് ചാർട്ട് പറഞ്ഞാൽ നമുക്ക് റമദാന്റെ ചാർട്ട് എന്ന് പറയുന്നത് റമദാന്റെ നോമ്പ്, തറാവി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്താനുള്ള ഒരു ചാർട്ടാണ് റമദാൻ ചാർട്ട് എന്ന് പറയുന്ന ഒന്ന്. ഇതാണ് റമദാൻ ചാർട്ട് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇത് 18 റമദാന്, സുബഹി, ലുഹുർ, അസർ ഇതൊക്കെ നിസ്കരിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്താനുള്ള ഒരു റമദാൻ ചാർട്ട്. അതുപോലെ തന്നെ നിസ്കാര ചാർട്ട് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഷെയർ പ്രിന്റ് നീലടിച്ചാൽ നമുക്ക് നേരെ പ്രിന്റ് എടുക്കാനും കഴിയും, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊക്കെ കഴിയും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഇങ്ങനെ തുറന്നു നോക്കിയാൽ മതി. പാഠപുസ്തകത്തിന്റെ മാർക്ക് ലിസ്റ്റ് അതും ഇതിൽ കാണാൻ കഴിയും. ഇതാണ് ഈ ചാർട്ട് എന്നല്ലേ. ഇനി റെഫറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലെന്താണെന്ന് നോക്കിക്കോളി. ബാങ്ക്, ഇക്കാമത്ത്, മയ്യിത്ത്, നിസ്കാരം, അസ്മാഉൽ ഹുസ്ന. ഇതില് പിന്നെ നിസ്കാരത്തിന്റെ ഒരു ഇത് കാണാം. നിസ്കാരം അങ്ങനെ എല്ലാ വിഷയങ്ങളുടെയും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നിസ്കാരത്തിന്റെ രൂപങ്ങൾ ഇതണ്ട എന്തൊക്കെയാണ് ചൊല്ലേണ്ടത്. കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കാൻ അള്ളാഹ് വളരെ സുഖാട്ടോ, നല്ല രസമായിട്ട് ചെയ്തിട്ടുമുണ്ട്. എന്താ വെച്ചാൽ ഇതിന്റെ പിന്നിൽ ആരാണോ പ്രവർത്തിക്കുന്നത് വെച്ചാൽ അള്ളാഹു തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഒളുവിന്റെ രൂപം നോക്കിക്കോളി. ഒളു ഉണ്ടാക്കുമ്പോ ചൊല്ലേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് അതിൽ പറയണത്. റെഫറൻസ്. ഇനി സ്ലൈഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിലെന്താ നോക്കിക്കോളി. ഇത് നമുക്ക് ഈ പിന്നെ മുലാരി സർഫാക്കേണ്ടത്, ചോദ്യപദങ്ങൾ, മുലാരി മംഫി ഇങ്ങനെയുള്ള മാലി എങ്ങനെ സർഫാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അറിയാൻ കഴിയും ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള. ഫാല എന്നുള്ളത് സർഫാക്കാനുള്ളതാണ്. അതിന്റെ ശേഷം ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിൽ മദ്രസന്റെ അംഗീകാരത്തിനുള്ള അപേക്ഷാ ഫോം ഉണ്ട്, വിടുതൽ സർട്ടിഫിക്കറ്റ്, TC, മദ്രസയിൽ ചേർക്കാനുള്ള അപേക്ഷാ ഫോം, മുഅല്ലിം നിക്ഷേപ പദ്ധതി അംഗത്വ ഫോം, ഇത് ഗവൺമെന്റിന്റെ ആയിരിക്കും തോന്നുന്നുണ്ട്, തദ്രീബ് അംഗത്വത്തിനുള്ള അപേക്ഷാ ഫോം, MSR പുതുക്കാൻ, നഷ്ടപ്പെട്ട സർവീസ് MSR ചേർക്കുന്നതിന് അപേക്ഷ. ഇത് ഇതൊന്നും നിലവിലിപ്പോ ഇല്ല. അതൊക്കെ അദാലത്ത് വരുന്ന സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. ആൾറെഡി ഇതിൽ കൊടുത്തു എന്ന് മാത്രമാണ്. യോഗ്യതാ പരീക്ഷന്റെ ഫോം, ഇതും നമുക്ക് ഇതിലുള്ളത് ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. കാരണം മദ്രസന്റെ സൈറ്റിൽ തന്നെ ആ ഓരോ വർഷത്തെയും പുതുതായിട്ടുള്ളത് അതിലുണ്ടാവും. ഇനി ഇതിലും ചിലപ്പോ അവര് പുതുതായിട്ട് അപ്ഡേഷൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഇതിലുള്ളതും ഉപയോഗിക്കാം, അതിലുള്ള ഉപയോഗിക്കാം. നോക്കിയാൽ മതി. അതുപോലെ സ്വദേശ റേഞ്ചിന്റെ അദാലത്ത് ഫോം ഉണ്ട്, സ്വദേശ റേഞ്ചിന്റെ അഡ്മിഷൻ ഫോം ഉണ്ട്. ഇനി ഇതിൽ റിസൈൻ ലെറ്ററും മറ്റേ ജോയിൻ ലെറ്ററും ഞാൻ ചേർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ MSR പുതുക്കാനുള്ള ഫോം അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വൈകാതെ അതിൽ വരും ഇൻഷാ അല്ലാഹ്. ഇനി അവിടുന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാല് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ഇതില്, കുട്ടികൾക്ക് എന്നുള്ളത്. ഇതില് ഡാർക്ക് ബോർഡ്, വൈറ്റ് ബോർഡ്, എഴുതാനുള്ള ഓപ്ഷനാണ്. എഴുത്ത് പരിശീലനം അതൊന്നും നോക്കിക്കോട്ടെ. എഴുത്ത് പരിശീലനം അലിഫ് എങ്ങനെ എഴുതുക എന്നുള്ളത്. അതേപോലെ ഇനിയിപ്പോ ഇതൊക്കെ കുട്ടികൾക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ അറബി പദങ്ങള്, പച്ചക്കറികൾ, ജീവികൾ, ഇതിന്റെയൊക്കെ അറബി പദങ്ങള്, എല്ലാ വാക്കും അറബി പദങ്ങള് കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ. ഇനി അതുപോലത്തെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു വാക്ക് നിർമ്മിക്കണമെങ്കിൽ സൂര്യൻ, അതിന് ഷംസ് എന്നുള്ളത് എങ്ങനെ എഴുതാന്നുള്ള കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഓലെ കൊണ്ട് ഈ കള്ളിയിൽ എഴുതിക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചില മദ്രസകൾക്ക് ഇപ്പൊ പ്രിന്റർ ഉണ്ടാകുമ്പോൾ, ഒട്ടുമിക്ക മദ്രസകളിൽ ഇപ്പൊ പ്രിന്റർ ഒക്കെ ഉണ്ടാവും. അപ്പൊ ആണെങ്കിൽ പ്രിന്റ് എടുത്തിട്ട് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ നമുക്ക് നേരെ മൊബൈൽ TV ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഓലെ കൊണ്ട് അവിടെ ഇങ്ങനെ പിന്നെ എഴുതുന്ന മാതിരി കാണിക്കാം. അതുപോലെ ഹറക്കത്ത് ഗെയിം എന്ന് പറയും. ഇങ്ങനെ പിന്നെ ഇതില് ഒരുവിധ സംഗതികളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് നുള്ളിയിൽ കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയാൽ മതി എന്തൊക്കെ അതിലുണ്ടെന്നുള്ളത്. ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അത് 3D നമുക്ക് വേണ്ട പള്ളികള്, കാബ ഷെരീഫ് ഇങ്ങനെയുള്ള പിന്നെ ബാബുൽ കാബ, നിസ്കാരം. ഈ നിസ്കാരം എന്നുള്ളത് നോക്കിക്കോളിട്ടോ. നിസ്കാരം എന്നുള്ളത് നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയാന്നുള്ളത് വളരെ കൃത്യമായിട്ട് അതിൽ കാണിച്ചു തരുന്നുണ്ട്. സുജൂദിൽ ആ കാലിന്റെ വിരല് വെക്കണതും കൂടി ഒന്ന് കൃത്യമായിട്ട് അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയി. അതാണ് ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം.
കാലിന്റെ വിരലിന്റെ പള്ള വെക്കണം എന്നാണ്. അതാരും വെക്കൂല. അങ്ങനെ കുത്തി നാട്ടിയാക്കലാണ്. അപ്പൊ അതും കൂടി അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. പിന്നെ വീഡിയോസ് എന്നുള്ളതുണ്ട് ഇതില്. അതില് കിഡ്സ്, അറബി ചാപ്റ്റർ, അതുപോലെ തന്നെ അറബിക്ക് അൽഫാബറ്റ്, അക്ഷരമാല, പിന്നെ അലിഫ് മുതൽക്ക് യാ വരെയുള്ള അക്ഷരങ്ങള്. ഇതൊക്കെ പാടെ പറയാൻ നിന്നാൽ ഇത് വന്ന് തീരൂല. അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾ തുറന്നു നോക്കിയാൽ മതി. ഓരോന്നും ഞാൻ ഇസ്ലാമിക് സ്റ്റോറീസ് വന്നിട്ടില്ല. സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാല് നമുക്ക് ഉള്ള ഹിജറ കലണ്ടർ പ്രകാരമുള്ള സ്പെഷ്യൽ ഡേസ് ഏതൊക്കെയാന്നുള്ളതാണ്. പിന്നെ നോമ്പും സുന്നത്ത് നോമ്പും അറഫ ദിവസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. അതൊക്കെ നിങ്ങൾക്ക് തന്നെ തുറന്നു നോക്കിയാൽ അതിൽ എന്താന്നുള്ളതൊക്കെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ പുറമെ സ്വന്തമായിട്ട് തയ്യാറാക്കാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടല്ലോ, ഇത് നല്ലോണം ശ്രദ്ധിച്ചോളി. ഇത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടീസ് ബോർഡ് ഒന്ന് കാണാം. അസ്സലാമു അലൈക്കും ഹെഡിങ് ഉണ്ട്. നമുക്ക് വേണ്ട മാറ്റർ എഴുതി കൊടുക്കുക. സദർ മൗലവി ആൾറെഡി അവിടെ വരും. പിന്നെ ഓർഗനൈസേഷൻ നെയിം പറഞ്ഞാല് പിന്നെ എന്താ ഇപ്പൊ ഈ ഓർഗനൈസേഷൻ നെയിം പറഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കിക്കോളി. എങ്ങനെയാണെങ്കിലും ഇത് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാല് ഇത് പിന്നെ ഇവിടെ ക്രിയേറ്റ് നോട്ടീസ് എന്നുള്ള ഭാഗത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ആ നോട്ടീസ് ബോർഡ് നമ്മളവിടെ എഴുതി കൊടുക്കണം. എഴുതി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കണ്ടല്ലോ. ഇവിടെ നമ്മള് നോട്ടീസ് ബോർഡ്, ഈ നോട്ടീസ് ബോർഡിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ എന്ത് വേണമെങ്കിലും, മഴ കാരണമെന്നോ അല്ലെങ്കിൽ പാദവാർഷിക പരീക്ഷ എന്താ നമുക്ക് വേണ്ടിച്ചെങ്കിൽ വേണ്ടത് നമുക്ക് എഴുതി കൊടുക്കാൻ അവിടെ കഴിയും. പിന്നെ പിന്നെ അതിൽ സ്വന്തമായിട്ട് തയ്യാറാക്കാന്നുള്ള ക്ലാസ് ടൈം ടേബിൾ നമുക്ക് സ്വന്തമായിട്ട് തയ്യാറാക്കാം. മദ്രസന്റെ പേര്, പിന്നെ ക്ലാസ് ഏതാച്ചാ അത്, ദിവസം ഇവിടെ എഴുതുക, പീരീഡുകൾ എത്ര വെച്ചാൽ പീരീഡ്, 2 പീരീഡ് വിളിച്ചെങ്കിൽ 2 പീരീഡ് എന്നാക്കുക. ഇങ്ങോട്ട് തുടരുക എന്നുള്ളടത്ത് പോവുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇവിടെ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കാൻ കഴിയും. പിന്നെ അതില് എക്സാം ടൈം ടേബിൾ, പിന്നെ ഇത് നോക്കിക്കോളി നിങ്ങൾ, കസ്റ്റം ടേബിൾ എന്നൊരു ഓപ്ഷൻ ഇതിൽ കാണാം. ഇതൊന്ന് നോക്കിക്കോളി. ഇത് ഇന്നലെ ഏതോ ഒരു ഉസ്താദിനോട് ചോദിച്ചിരുന്നു. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പോ ഇവിടെ ഞാനിവിടെ 5 എന്ന് കൊടുത്ത്, ഇവിടെ ഞാനിവിടെ 25 എന്നും കൊടുത്ത്, ഇങ്ങോട്ട് ക്രിയേറ്റ് ടേബിൾ എന്നുള്ളത് പോയി കഴിഞ്ഞാല് 1 2 3 4 5 ഇവിടെ നിങ്ങോട്ട് താഴത്തേക്ക് എത്ര ഉണ്ട്, 25 എണ്ണം ഉണ്ട്. ഇത് നമുക്ക് ഇതുപോലെ കള്ളികൾ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻസ് ആണ്. എത്ര കള്ളി നിങ്ങൾക്ക് വേണമെന്നുള്ളത് ഇവിടെ 25 എന്നുള്ളത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ 50 കള്ളിയായിട്ട് ഇവിടെ വരും. 50 വരെ. നിങ്ങൾക്ക് എത്ര കള്ളി വേണമെന്നുണ്ടെങ്കിൽ, ഇന്നലെ ഇപ്പൊ ഏതോ ഒരു ഉസ്താദിനോട് ചോദിച്ചിരുന്നു. അപ്പൊ അയാൾക്ക് ഇത് കാണുകയാണെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ അറബിക് മലയാളം ട്രാൻസ്ലേഷന് അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഇൻഷാല്ലാ പിന്നെ ചോദിച്ചാൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല. പരമാവധി ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളെ മദ്രസ രംഗം അടിപൊളിയാക്കിയിട്ട് കുട്ടികൾക്ക് ആകർഷണീയമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. അതിനാണ് നമ്മൾ ഇത്ര വീഡിയോസ് ഒക്കെ ചെയ്യണത്. അതുപോലെ തന്നെ പറയാനുള്ളത്, പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിസ്കത്തരം കാണിക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. 15,000 ആൾക്കാർ കണ്ടാൽ ഒരു 10 ആൾക്കാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അത് സബ്സ്ക്രൈബേഴ്സ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ ഉപകാരം. ജസ്റ്റ് പിന്നെ യൂട്യൂബ് തുറന്നാൽ തന്നെ ഫസ്റ്റ് നമ്മളെ വീഡിയോസ് അതിൽ വരും. അപ്പൊ അതിന് നിങ്ങൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ മിതാദിന്റെ ആപ്പ് വാങ്ങാത്ത ആൾക്കാരൊക്കെ വാങ്ങുക. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കഴിവിന്റെ പരമാവധി ശ്രമിക്കുക. അപ്പൊ ദുആയിൽ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാ. നമ്മൾ പോയാലും നമ്മളെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളെ മുമ്പിൽ നമ്മളെ യൂട്യൂബ് ചാനൽ എല്ലാ കാലത്തും ഉണ്ടാവും. അത് നഷ്ടപ്പെടും. അപ്പൊ ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.